വയസ്സ് 10-30 കഴിഞ്ഞു, ഇതുവരെ മകന് വിവാഹം ശരിയായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് വിവാഹം ശരിയായിട്ടില്ല, 30 വയസ്സായി. എന്താണെന്നറിയില്ല, വിവാഹം വരുമ്പോൾ പലവിധ തടസ്സങ്ങളാണ് എന്ന് പറയുന്ന നിരവധി രക്ഷിതാക്കളെയും യുവാക്കളെയും കാണാറുണ്ട്. പലരും വിഷമങ്ങൾ പറയുകയും ചെയ്യാറുണ്ട്. അത്തരം ആളുകൾക്കൊരു അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ ആവശ്യമുള്ള ആളുകൾക്കൊരു ആത്മീയമായ ഒരു മാർഗത്തെക്കുറിച്ച് ഞാൻ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവായിരിക്കും കൂടെ ഉണ്ടാകണം. നോക്കൂ, നിങ്ങൾ വിവാഹം ശരിയാവുന്നില്ല എന്ന പ്രയാസമുള്ളവർ എല്ലാ ദിവസവും, ആർക്കാണോ ബുദ്ധിമുട്ടുള്ളവർ അവർ 33 തവണ, എത്ര തവണ? 33 തവണ അസ്തഗ്ഫിറുല്ലാഹ് അൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ് അൽ അലീം എന്ന് 33 തവണ ചൊല്ലുക. 33 തവണ ചൊല്ലുക. ചൊല്ലിയിട്ട് ഒതോടുകൂടിയായിരിക്കുമല്ലോ നിങ്ങളിതൊക്കെ ചെയ്യുന്നത്. നല്ലൊരു ഇബാദത്തൊക്കെ ചെയ്യുമ്പോൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വുളൂ ശ്രദ്ധിക്കണം. നല്ല മനസ്സോടുകൂടി ഇത് ചെല്ലുമ്പോൾ, വിവാഹം ശരിയാവണമെന്നൊക്കെ ഉദ്ദേശത്തോടു കൂടി നല്ല റാഹത്തിൽ ഇത് ചൊല്ലണം. എന്നിട്ട് ചൊല്ലിയിട്ട് 2 കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങൾ പറയാം. ഇൻഷാ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാറൊക്കെ ദുആ സ്വീകരിക്കാനുള്ള വലിയ ഒരു കാരണമാണ്. നമ്മൾ ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ദുആ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ. ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട്. തുടക്കത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങണം. പിന്നെ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലണം. നമുക്കൊക്കെ അറിയുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് മതി. എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞു നിർത്തുക. ഇങ്ങനെ അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിച്ചാൽ നമ്മുടെ വിവാഹം ശരിയാവാൻ അതൊരു കാരണമാകും. അള്ളാഹു അത്തരം ഇണകളെ അന്വേഷിക്കുന്നവർക്ക് സ്വാലിഹായ ഇണകളെ നൽകട്ടെ. അസ്സലാമു അലൈക്കും.